കയ്യിലില്ല. ഭാവിയിൽ എപ്പോഴെങ്കിലും കിട്ടുമോ എന്നും അറിയില്ല. പക്ഷേ മുഖ്യമന്ത്രി കസേരക്കായുള്ള ദിവാസ്വപ്നം കാണുന്നതിന് ഈ പാർട്ടിക്കാർക്ക് അതൊന്നും ഒരു പ്രശ്നമേയല്ല. പറഞ്ഞു വരുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്നതും വലിയതുമായ രാഷ്ട്രീയ പാർട്ടികളിലൊന്നായ കോൺഗ്രസിനെ പറ്റിയും അതിലെ നേതാക്കളെ കുറിച്ചുമാണ്. BJP-യിലേക്ക് പോകുമോ അതോ കോൺഗ്രസിൽ തന്നെ തുടരുമോ എന്ന യാതൊരു ഉറപ്പും കോൺഗ്രസുകാർക്ക് തന്നെ ഇല്ലാത്ത നേതാവാണ് ശശി തരൂർ. കുറച്ചു നാളുകളായി അത്ര രസത്തിലല്ല തരൂരും കോൺഗ്രസ് നേതൃത്വവും. പാർട്ടിക്കുള്ളിലെ ഈ അസ്വാരസ്യങ്ങൾ എല്ലാവരും കണ്ടതുമാണ്. ഇപ്പോഴിതാ കേരളത്തിലെ ഭാവി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള UDF-നകത്തെ തർക്കത്തിൽ പുത്തൻ ട്വിസ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ് തരൂർ. ചെന്നിത്തലയെയും VD സതീശിനെയും തരൂർ കടത്തിവെട്ടി എന്ന് പറയാം. കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഏറ്റവും മികച്ച UDF സ്ഥാനാർത്ഥി ശശി തരൂരാണത്രേ. മുംബൈ ആസ്ഥാനമായുള്ള വോട്ട് വൈബ് നടത്തിയ പ്രീപോൾ സർവേ ഫലമാണ് ഇങ്ങനെ പറഞ്ഞത്. തരൂറാണെങ്കിൽ അപ്പോൾ തന്നെ പോസ്റ്റ് അങ്ങ് ഷെയറും ചെയ്തു. VD സതീശനും ചെന്നിത്തലയ്ക്കുമൊന്നും ഇത് താങ്ങാൻ പോകുമാകില്ലെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. സർവേ റിപ്പോർട്ടിന്മേൽ തനിക്ക് വിശ്വാസമില്ലെന്നാണ് രമേശ് ചെന്നിത്തലയുടെ മറുപടി. ഈ സർവേക്കൊന്നും ഒരു വിശ്വാസ്യതയില്ല. ഇത്തരം സർവേകൾക്കൊന്നും ജനങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയുന്നതുമല്ല. ഇത് കുക്ക് ചെയ്തെടുത്ത ഒരു സാധനമാണ്. തരൂർ വിശ്വത്തിലെ കാര്യങ്ങൾ നോക്കിയാൽ മതിയെന്നാണ് K മുരളീധരന്റെ പ്രതികരണം. ആദ്യം സ്വന്തം പാർട്ടി തീരുമാനിക്കൂ എന്ന തരൂരിന് ഉപദേശം നൽകുന്ന മുരളീധരൻ വിറക് വെട്ടികളും വെള്ളം കോരികളുമായ ഒരുപാട് പേർ കോൺഗ്രസിലുണ്ടെന്നും അതിനൊരാൾ മുഖ്യമന്ത്രിയാകുമെന്നും പറയുന്നു. അദ്ദേഹം ഏത് പാർട്ടിയാണെന്ന് അദ്ദേഹം തീരുമാനിക്കട്ടെ, അതിനുശേഷം ഇതിനെ കുറിച്ച് ചിന്തിച്ചാൽ മതിയല്ലോ. കോൺഗ്രസില് വിറക് വെട്ടുന്നവരും വെള്ളം കോരികളും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട്. അതിലൊരാള് MLA-മാരിൽ ആർക്കാണോ മുൻതൂക്കമുള്ളത് ആ വ്യക്തി മുഖ്യമന്ത്രിയാവും. VD സതീശനാണെങ്കിൽ വിഷയത്തിൽ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. ജനപ്രീതിയുണ്ടെന്ന് കാണിക്കാനാണ് ശശി തരൂർ പോസ്റ്റ് ഷെയർ ചെയ്തതെന്നാണ് കോൺഗ്രസിന്റെ പൊതുവെയുള്ള വിലയിരുത്തൽ. ഇതിനിടെ ഇടുത്തി പോലെ അടുത്ത ബോംബും പൊട്ടിച്ചിരിക്കുകയാണ് തരൂർ. നെഹ്റു കുടുംബത്തിനെതിരെയാണ് തരൂരിന്റെ പുതിയ ഒളിയമ്പ്. ഒരു പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ അടിയന്തരാവസ്ഥയെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് ശശി തരൂർ. ഇന്ദിരാഗാന്ധിയുടെ കാർക്കശ്യം പൊതുജീവനത്തെ ഭയാനകതയിലേക്ക് നയിച്ചുവെന്നാണ് തരൂർ ലേഖനത്തിൽ പറയുന്നത്. രാജ്യത്ത് അച്ചടക്കം കൊണ്ടുവരാൻ അടിയന്തരാവസ്ഥയ്ക്ക് കഴിയൂ എന്ന ഇന്ദിര ശഠിച്ചു. അച്ചടക്കത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പലപ്പോഴും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ക്രൂരതകളായി. തടങ്കലിലെ പീഡനവും വിചാരണ കൂടാതെയുള്ള കൊലപാതകങ്ങളും പുറം ലോകം അറിഞ്ഞില്ല. ജുഡീഷ്യറിയും മാധ്യമങ്ങളും പ്രതിപക്ഷവും തടവിലായി. അടിയന്തരാവസ്ഥയ്ക്കു ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെയും അവരുടെ പാർട്ടിയെയും പുറത്താക്കി ജനം രോഷം പ്രകടിപ്പിച്ചു എന്നടക്കം പറയുന്നുണ്ട് തരൂർ. ഇന്ദിരയുടെ മകൻ സഞ്ജയ് ഗാന്ധിയുടെ ചെയ്തികൾ കൊടും ക്രൂരതയുടേതാണെന്നും ശശി തരൂർ ചൂണ്ടിക്കാട്ടി. ഒടുവിലായി മോദി സർക്കാരിനെ അഭിനന്ദിക്കുക പോലും ചെയ്തു തരൂർ. ഇന്നത്തേത് ജനാധിപത്യ ഇന്ത്യയെന്ന സർട്ടിഫിക്കറ്റ് കൊടുത്ത തരൂർ രാജ്യം കൂടുതൽ ആത്മവിശ്വാസവും അഭിവൃദ്ധിയും നേടിയിരിക്കുന്നുവെന്നും എഴുതിയിട്ടുണ്ട്. ഏതായാലും തരൂരിന്റെ പോക്ക് എങ്ങോട്ടേക്കാണെന്ന് ഏതാണ്ട് വ്യക്തമാണ്. അത് കോൺഗ്രസുകാർക്കും വ്യക്തമായിട്ടുണ്ട്.